പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബോംബ് നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയത് ഷിജാലും ഷബിൻലാലും. ബോംബിനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടിയിൽ നിന്നെന്നും പോലീസ്. കുറ്റം തെളിഞ്ഞാൽ ഷിജാലിനെതിരെ നടപടിയെന്ന് ഡിവൈഎഫ്ഐ. റിമാൻഡ് റിപ്പോർട്ട് ഗൗരവമേറിയതെന്ന് കെ സുരേന്ദ്രൻ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ കുരുക്കുമുറുക്കി ED. CMRL ഉദ്യോഗസ്ഥരെ ഇന്ന് ചോദ്യം ചെയ്യും. സാമ്പത്തിക ഇടപാട് രേഖകളും ഹാജരാക്കണം. കരുവന്നൂർ കേസിൽ PK ബിജു EDക്ക് മുന്നിൽ ഹാജരായി. ഹൈക്കോടതിയിൽ K ബാബുവിന് ഇന്ന് നിർണായകം. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന ഹർജിയിൽ വിധി ഇന്ന്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന് M സ്വരാജിന്റെ ഹർജി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. പാലക്കാടും കൊല്ലത്തും ചൂട് കൂടും. പത്തനംതിട്ടയിൽ വൃദ്ധ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. മരിച്ചത് പാടിവൺ സ്വദേശി വർഗീസും ഭാര്യ അന്നമ്മ വർഗീസും. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാമെന്ന് സംശയം. ഹമാസിന് നേരെ ഇസ്രയേൽ ആക്രമണം രൂക്ഷം. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയുടെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടു. കുടുംബത്തെ നശിപ്പിച്ചാലും പിന്നോട്ടില്ലെന്ന് ഹനിയ. ഇസ്രയേൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം.